ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. അങ്ങനെ നമ്മളുടെ +2 സോഷ്യോളജി മോഡൽ എക്സാം വന്നിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നലത്തെ ലൈവിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിസ്സേ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എങ്ങനത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, aggressive chauvinism based on religious identity is called. മതസ്വത്വത്തിൽ അധിഷ്ഠിതമായ ഹിംസാത്മക സങ്കുചിത വർഗ സ്നേഹമാണ് ഡാഷ്. അപ്പൊ ഇതാണ് എന്താണ് ഈ വാക്കുകൾ ഓർത്തു വെക്കുക. ഹിംസാത്മകമായിട്ടുള്ള സങ്കുചിത വർഗ സ്നേഹം അല്ലെ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ എടുത്ത സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് റീജിയണലിസത്തെ പറ്റി, നാഷണലിസത്തെ പറ്റി, കമ്മ്യൂണലിസത്തെ പറ്റി, സെക്യുലറിസത്തെ പറ്റി ഒക്കെ പഠിക്കുന്നുണ്ട്. ഇതിനൊക്കെ സവിശേഷതകൾ നമ്മൾ വ്യത്യാസമായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ പ്രാദേശികതാവാദം, ദേശീയത, വർഗീയത, മതേതരത്വം, ഇതിൽ ഏതാണ് ഇതിന് ഉത്തരമായിട്ട് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, റിലീജിയസ് ഐഡന്റിറ്റി ബേസിൽ വരുന്ന എന്താണ് അഗ്രസീവ് ചൗവിനിസം, അതായത് മതസങ്കുചിത, അതായത് അഗ്രസീവ് നാരോനെസ് അല്ലെ. നമ്മൾ മതപരമായിട്ട് നമ്മുടെ മതം മാത്രമാണ് ശരിയാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർഗീയത അല്ലെങ്കിൽ കമ്മ്യൂണലിസം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഭാഗം, ഈ 3 ഓപ്ഷൻസിൽ കേട്ടോ, ഈ 3 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യമായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ഫീച്ചേഴ്സ് ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്, എക്സ്പ്ലോയിറ്റേഷൻ ഡാഷ് എക്സ്ക്ലൂഷൻ ആർ ദ 3 dimensions of untouchability. വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചൂഷണം, ബഹിഷ്കരണം എന്നിവ തൊട്ടുകൂടായ്മയുടെ 3 തലങ്ങളാണ്. അപ്പോൾ തൊട്ടുകൂടായ്മയുടെ 3 തലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഈ രീതിയിലോ അല്ലെങ്കിൽ ബോക്സ് ആയിട്ടൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ഈ 3 തലങ്ങൾ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ അവഹേളനമാണ് മറ്റൊരു തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രക്ചറൽ ചേഞ്ച്? ചുവടെ തന്നിരിക്കുന്നതിൽ ഘടനാപരമായ മാറ്റം ഏതാണെന്നാണ്. സംസ്കൃതവൽക്കരണമാണോ, പാശ്ചാത്യവൽക്കരണമാണോ, വ്യവസായവൽക്കരണമാണോ, ആധുനികവൽക്കരണമാണോ? ഇതിൽ ഏതാണ് ഘടനാപരമായ മാറ്റം, സ്ട്രക്ചറൽ ചേഞ്ച് എന്നുള്ളതാണ്. ഒരു സംശയമല്ല, ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണമാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നോക്കുക, ദ ഇയർ ഇൻ വിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. ഏത് വർഷത്തിലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്? ഇതിൽ ഏത് വർഷത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 2005 അത് നിലവിൽ വന്നിട്ടുള്ളത്. അടുത്തത്, ഡാഷ് ഈസ് ദ യൂസ് ഓഫ് മാർക്കറ്റ് ബേസ്ഡ് പ്രോസസ് ടു സോൾവ് പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ ഓർ എക്കണോമിക് പ്രോബ്ലംസ്. വെസ്റ്റേണൈസേഷൻ, മാർക്കറ്റൈസേഷൻ, സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ. വിപണി ഉപയോഗിച്ച് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് വിപണി ഉപയോഗിച്ച് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ വിളിക്കുന്നത്? പാശ്ചാത്യവൽക്കരണം എന്നാണോ, അതോ കമ്പോളവൽക്കരണം എന്നാണോ, സംസ്കൃതവൽക്കരണം എന്നാണോ, അതോ ആധുനികവൽക്കരണം എന്നാണോ? എന്താണ് നമ്മൾ പറയുന്നത്? യെസ്, ഒരു സംശയമില്ല, കമ്പോളവൽക്കരണത്തെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? അതെ, വിപണി ഉപയോഗിച്ചുകൊണ്ട് സാമൂഹികവും സാമ്പത്തികവും ആയിട്ടുള്ള രാഷ്ട്രീയവുമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്പോളവൽക്കരണം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ നമ്മൾ മുൻകാല വർഷങ്ങളിലൊക്കെ കണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അല്ലാതെയും നമ്മൾ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ലൈവുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ ചാപ്റ്റർ ബേസിൽ തന്നെ നമ്മൾ വൺ വേർഡിനെ ലൈവ് സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈവ് സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുക. താങ്ക്